ഓൾറൈറ്റ്, നിങ്ങളൊരു കാർ വാങ്ങാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് റെഡിയാണ്, ഷോറൂം വിസിറ്റ് റെഡിയാണ്. പക്ഷേ ഒരേ ഒരു ചോദ്യം, പുതിയത് വേണോ യൂസ്ഡ് വേണോ? അതിൻ്റെ ഉത്തരം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ഈ ചോദ്യത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. എപ്പോഴും പുതിയ കാർ വാങ്ങിക്കൂ, അതല്ലെങ്കിൽ എപ്പോഴും പഴയ കാർ വാങ്ങിക്കൂ, അങ്ങനെയൊന്നും. നമ്മൾ ആരാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിലേത് സൈഡിലേക്ക് നമ്മൾ പോകണം എന്നുള്ളത്. ഈ വീഡിയോയിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഒരു പുതിയ കാർ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന റിയൽ കോസ്റ്റ്, അതേപോലെ തന്നെ യൂസ്ഡ് കാർ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന റിയൽ കോസ്റ്റ്, കേരളത്തിലെ ആക്ച്വൽ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. EMI, ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ശരിക്കും ഏത് ഓപ്ഷനാണ് നല്ല ഡീൽ, ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ ഒരു യൂസ്ഡ് കാറിന് ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. ആ കൃത്യ പോയിന്റിൽ നമ്മൾ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വാല്യൂ കിട്ടുന്നത്. അതും നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ വെൽക്കം ഹോം. ഇവിടെ ഓൾറെഡി ഉള്ള ആളുകൾക്ക് വെൽക്കം ബാക്ക്. നമ്മളെ പോലെയുള്ള സാധാരണ ആളുകളുടെ ഫിനാൻഷ്യൽ ലൈഫും ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഇവിടെ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ ഇനി നിങ്ങൾക്ക് എന്നെ മിസ്സായി പോകാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഒരു കാർ വാങ്ങിക്കാൻ പോകുന്ന ഒരാൾ ആദ്യം തന്നെ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. പുതിയ കാറാണ് എപ്പോഴും സേഫ്, അവിടെ വാറണ്ടി ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസും കുറവാണ്. ഒരു യൂസ്ഡ് കാർ ആണ് എങ്കിൽ അതിനൊരുപാട് റിസ്ക്കുമുണ്ട്. ഇത് സത്യത്തിൽ ഒരു കംപ്ലീറ്റ് പിക്ചർ അല്ല. ഒരു കാർ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു അസറ്റ് അല്ല. ഒരു കാർ ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് മാത്രമാണ്. അതായത് നമ്മളൊരു കാർ വാങ്ങുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ ആ കാറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഇതിൻ്റെ വാല്യൂ കൂടാൻ പോകുന്നില്ല. റിയൽ എസ്റ്റേറ്റോ ഗോൾഡോ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാര്യം വ്യത്യസ്തമാണ്. കാറ് വളരെ ക്ലിയർലി ഡിപ്രിഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റാണ്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സേഫ് ഓപ്ഷൻ ഏതാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ആൻസേഴ്സ് ചിലപ്പോൾ നമുക്ക് സർപ്രൈസിങ് ആയിരിക്കും. നമുക്ക് ഒരു റിയൽ നമ്പർ എടുത്ത് വെച്ച് നോക്കാം. കേരളത്തിൽ ഒരു ആവറേജ് മിഡ് സെഗ്മെന്റ് ന്യൂ കാർ വാങ്ങിക്കാൻ 10 ലക്ഷം രൂപ ഓൺ റോഡ് ആകും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഷോറൂമിൽ നിന്ന് അത് വാങ്ങിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അതിനുശേഷം 1 വർഷം കഴിയുമ്പോൾ ആ കാറിന്റെ മാർക്കറ്റ് വാല്യൂ 7.5 തൊട്ട് 8 ലക്ഷം രൂപ ആയിരിക്കും. അതായത് 20 തൊട്ട് 25% നമുക്ക് നഷ്ടമായി. ഈ വണ്ടിക്ക് ഒരു പ്രോബ്ലം സംഭവിച്ചിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അത്രത്തോളം എമൗണ്ട് നമുക്ക് നഷ്ടമാകും. ഇത് ഒരു റിസ്ക് ആണോ? ആ റിസ്കിനെ ആരാണ് ബെയർ ചെയ്യുന്നത്? ഫസ്റ്റ് ഓണർ ആണ്. അതായത് ആദ്യമായിട്ട് ആ കാർ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു റിസ്ക് എടുക്കുന്നത് ഷോറൂമിൽ നിന്ന് ആദ്യമായിട്ട് കാർ വാങ്ങിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. ഈ 10 ലക്ഷം ഓൺ റോഡ് പ്രൈസ് ഉള്ള ന്യൂ കാർ, ഇനി 10 ലക്ഷത്തിന്റെ ഒരു യൂസ്ഡ് കാർ, ഒരു 3-4 വർഷം പഴക്കമുള്ള കാറാണെന്ന് കരുതുക. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഏതാണ് എക്സ്പെൻസീവ്? നമ്മൾ ന്യൂ കാറിന്റെ സിനാരിയോ നമ്മൾ കണ്ടു. ആദ്യത്തെ ഒരു 3 വർഷം ഏകദേശം 40 തൊട്ട് 45% വരെ ഡിപ്രിസിയേഷൻ ഉണ്ടായേക്കാം. അതായത് 10 ലക്ഷത്തിന്റെ കാറ് 3 വർഷം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റീസെയിൽ വാല്യൂ ഒരു 5.5 to 6 lakhs വരെ താഴോട്ട് പോയേക്കാം. ഈ 4-4 ലക്ഷം രൂപ 3 വർഷം കൊണ്ട് നമുക്ക് ഡിപ്രിസിയേഷൻ വഴി നഷ്ടപ്പെട്ടു പോകും. ഇനി നമ്മൾ യൂസ്ഡ് കാർ വാങ്ങിക്കുന്ന സമയത്ത് ഒരു 3-4 വർഷം പഴക്കമുള്ള ഒരു യൂസ്ഡ് കാർ, ആദ്യം ഉണ്ടാകുന്ന ആ ഒരു സ്റ്റീപ്പ് ഡിപ്രിസിയേഷൻ ഫേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത് ഈ കാർ വാങ്ങിക്കുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന ഡിപ്രിസിയേഷൻ വളരെ സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 6 ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു യൂസ്ഡ് കാർ വാങ്ങിച്ച് 3 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പ്രൈസ് ഒരു 4 ലക്ഷം രൂപയൊക്കെ തന്നെ കാണും. ഇത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാനൊരു ആവറേജ് സെനാരിയോ എടുത്താണ് പറയുന്നത്. അപ്പോഴും ഡിപ്രിസിയേഷൻ ഇല്ല എന്നല്ല പറയുന്നത്, ഡിപ്രിസിയേഷൻ ഉണ്ട്. പക്ഷേ ഒരു 1-1.5 ലക്ഷം രൂപയായിരിക്കും ഈ ഒരു സെനാരിയോയിൽ ഡിപ്രിസിയേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഈ സെയിം 3 വർഷം നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങിക്കുന്നു, ഒരു ന്യൂ കാർ വാങ്ങിക്കുന്നു. ഒരു സ്ഥലത്ത് നമ്മുടെ ഡിപ്രിസിയേഷൻ 4 ലക്ഷം ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഡിപ്രിസിയേഷൻ 1.5 lakhs ആണ്. ഇവിടെ തന്നെ ഒരു 2.5 ലക്ഷത്തിന്റെ ഗ്യാപ്പ് നമുക്ക് കാണാം. ഇനി അടുത്തത് ലോൺസിന്റെ കാര്യമാണ്. നമ്മൾ ഏത് കാർ വാങ്ങിക്കാൻ നേരവും നമ്മൾ ഒരു ലോൺ എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പുതിയ കാർ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ 8-9% ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ യൂസ്ഡ് കാറാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇത്രത്തോളം കുറഞ്ഞ് കിട്ടില്ല. ചിലപ്പോൾ 13-15% വരെയൊക്കെ ആയേക്കാം. കാരണം എന്താണ്? ഒരു ബാങ്കിന്റെ പെർസ്പെക്റ്റീവിൽ യൂസ്ഡ് കാർ എന്ന് പറയുന്നത് ഒരു ഹയർ റിസ്ക് ഉള്ള ഒരു അസറ്റ് ആണ്. അപ്പോൾ 8 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്ത് 5 വർഷം ഒരു പുതിയ കാറിനാണ് ഒരു 8.5% ഇൻട്രസ്റ്റിലാണ് നമുക്ക് കിട്ടിയത് എങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പോകുന്നത് 1.85 ലക്ഷം രൂപയാണ്. ഇനി നമ്മളൊരു യൂസ്ഡ് കാർ എടുത്തു 5 ലക്ഷം രൂപ 5 വർഷത്തേക്ക് 14% ഇൻട്രസ്റ്റ് കൂട്ടിയാൽ നമ്മൾ 1.9 lakhs ആയിരിക്കും അപ്രോക്സിമേറ്റ് ആയിട്ട് അവിടെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ കാണാം. ലോൺ എമൗണ്ട് യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്ത് കുറവാണെങ്കിൽ പോലും ഇൻട്രസ്റ്റ് റേറ്റ് അത്രത്തോളം കൂടുതലായതുകൊണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ് റഫ്ലി സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ യൂസ്ഡ് കാർ വാങ്ങിക്കുന്ന സമയത്ത് ഡൗൺ പേയ്മെന്റ് 25-30% കൊടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ അവിടുത്തെ വിന്നർ യൂസ്ഡ് കാർ ആയിരുന്നുവെങ്കിലും ഇവിടെ യൂസ്ഡ് കാർ അല്ല വിന്നറായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇൻഷുറൻസ്. നമ്മളൊരു പുതിയ കാർ വാങ്ങിക്കുന്ന സമയത്ത് ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആദ്യത്തെ വർഷം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു 30,000-40,000 രൂപയൊക്കെ ആയിരിക്കും. ഒരു 10 ലക്ഷം രൂപയുടെ കാറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചില ആഡ് ഓൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു 50,000 വരെയൊക്കെ പോയേക്കാം. ഇനി യൂസ്ഡ് കാർ ആണ് എന്ന് കരുതുക. സെയിം മേക്ക് സെയിം മോഡൽ 3 വർഷം പഴക്കമുള്ളൊരു കാർ, അതിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം ചിലപ്പോൾ ഒരു 12,000-18,000 റേഞ്ചിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. ആനുവൽ ഡിഫറൻസ് തന്നെ ഒരു 20,000-25,000 രൂപയുണ്ടാവും. അപ്പോൾ 5 വർഷം നമ്മളിങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസിൽ തന്നെ ചിലപ്പോൾ യൂസ്ഡ് കാറിൽ 1 ലക്ഷം രൂപയോളം സേവ് ചെയ്തേക്കാം. ഇനി അടുത്തത് റോഡ് ടാക്സ്. പുതിയ കാർ വാങ്ങിക്കുന്ന സമയത്ത് പുതിയതായിട്ട് ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന ഓണർ
ആദ്യത്തെ 15 വർഷത്തേക്കുള്ള റോഡ് ടാക്സ് ആദ്യം തന്നെ പേ ചെയ്യും. കേരളത്തിൽ ഒരു 10 ലക്ഷം രൂപയുടെ കാർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടാക്സും രജിസ്ട്രേഷനും എല്ലാം കൂടെ ചേർത്ത് ഒരു 1.5 to 2 lakhs വരും. വേരിയന്റും ഫ്യൂവൽ ടൈപ്പും എല്ലാം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷേ നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ട്രാൻസ്ഫർ ഫീ ആയിട്ട് ഒരു 5000 രൂപയോ 10000 രൂപയോ ഒക്കെ കൊടുക്കുമെങ്കിലും ആ റോഡ് ടാക്സ്, അതായത് 15 വർഷത്തേക്കുള്ള റോഡ് ടാക്സ് ആദ്യത്തെ ഓണർ പേ ചെയ്തതുകൊണ്ട് തന്നെ നമ്മളത് വീണ്ടും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇനി നമ്മളൊരു ടോട്ടൽ പിക്ചർ വരച്ച് നോക്കിയാൽ 3 വർഷത്തിൽ ഒരു പുതിയ കാർ ഓൺ ചെയ്യുന്ന ട്രൂ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാൽ ഡിപ്രിസിയേഷൻ ലോസ് പ്ലസ് ഇൻഷുറൻസ് പ്ലസ് റോഡ് ടാക്സ് പ്ലസ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു 7-8 ലക്ഷം രൂപയുണ്ടാവും. ഇത്രത്തോളം പണമാണ് ഔട്ട്ഫ്ലോ ചെയ്യാൻ പോകുന്നത്. ഈ 10 ലക്ഷത്തിൻ്റെ കാർ 3 വർഷത്തിൽ യൂസ്ഡ് കാറായിട്ട്, അതായത് സെയിം സെഗ്മെന്റ് 3 വർഷം യൂസ് ചെയ്ത കാർ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ട്രൂ കോസ്റ്റ്, അതും ഡിപ്രിസിയേഷൻ ലോസ് പ്ലസ് ഇൻഷുറൻസ് പ്ലസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു 3.5 to 4.5 ലക്ഷം രൂപ റേഞ്ചിലായിരിക്കും നിൽക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 80% സെയിം എക്സ്പീരിയൻസ്, സെയിം റോഡ്, സെയിം ഡ്രൈവ്, 3 ലക്ഷത്തോളം ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ഞാനിവിടെ പറയുന്നത് കോൺസ്പിറസി തിയറി ഒന്നല്ല, ഇത് സിമ്പിൾ മാത്സ് മാത്രമാണ്. ഇനി ഞാൻ മറ്റൊരു ഫിഗർ പറയാം. ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു നമ്പർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ത്യയിൽ 2024 യൂസ്ഡ് കാർ മാർക്കറ്റ് ന്യൂ കാർ മാർക്കറ്റിന്റെ വോളിയത്തിനെ ഓവർടേക്ക് ചെയ്തു. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അവരുടെ ഡേറ്റ 2023-2024 ഇന്ത്യയിലെ ന്യൂ കാർ സെയിൽസ് 41 ലക്ഷം യൂണിറ്റ് ആണ്. യൂസ്ഡ് കാറിന്റെ ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത് 50 ലക്ഷം യൂണിറ്റുമാണ്. അതായത് യൂസ്ഡ് കാർസ് ഇപ്പോൾ ന്യൂ കാർസിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ സെല്ല് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇത് സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫിഗറാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം. കേരളത്തിലും നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാർസ് 24, OLX ഓട്ടോ, അങ്ങനെ ഒരുപാട് പുതിയ ബ്രാൻഡുകളും ഒരുപാട് പുതിയ പ്രീ ഓൺഡ് കാർസ് വിൽക്കുന്ന, അതായത് സർട്ടിഫൈഡ് പ്രീ ഓൺഡ് കാറുകൾ വിൽക്കുന്ന ഷോറൂമുകളും ഇപ്പോൾ കേരളത്തിലുണ്ട്. ഒരു മാസ് ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ഷിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമുക്കിത് റീഡ് ചെയ്യാൻ. ഇനി ഈ ഒരു സംഭവം എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്? നമുക്ക് ഒരു കേരള കോണ്ടെക്സ്റ്റിൽ ചിന്തിച്ച് നോക്കാം. കേരളത്തിലെ ഒരു ആവറേജ് വർക്കിംഗ് പ്രൊഫഷണലിൻ്റെ സാലറി ഒരു 40,000 തൊട്ട് 60,000 ആണെന്ന് കരുതാം. ഓൾറെഡി കുറച്ച് EMIs ഒക്കെ കാണും, പിന്നെ ഹോം ലോൺ കണ്ടേക്കാം, അല്ലെങ്കിൽ റെന്റ് ഉണ്ടായേക്കാം. അതിനുശേഷം ഒരു കാർ അഫോർഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപയുടെ ന്യൂ കാർ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. 20% ആയിരിക്കാം ഡൗൺ പേയ്മെൻറ്റ്, അതായത് 2 ലക്ഷം രൂപ. ബാലൻസ് 8 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുക്കുന്നു. ഇപ്പോൾ 7 വർഷത്തെ ടെന്യൂറാണ് എടുത്തതെന്ന് കരുതുക. EMI എത്ര വരും? ഏകദേശം 12,500 രൂപയായിരിക്കും അപ്രോക്സിമേറ്റ് ആയിട്ട് EMI വരുന്നത്. ഇതിന് മുകളിൽ ഇൻഷുറൻസ് ഒരു വർഷം ഒരു 35,000 രൂപ കാണും, പ്ലസ് ഫ്യൂവൽ പ്ലസ് മെയിൻ്റനൻസ്, പിന്നെ മന്ത്ലി റണ്ണിങ് കോസ്റ്റ്. അപ്പോൾ മന്ത്ലി റണ്ണിങ് കോസ്റ്റ് എത്രയാണ്? ഏകദേശം 18,000 തൊട്ട് 20,000 രൂപ വരെ. 40,000 സാലറി ഉള്ള ഒരാൾ ഒരു കാറിന് വേണ്ടിയിട്ട് മാത്രം 20,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സാലറിയുടെ തന്നെ 50% ഇത് വരുന്നുണ്ട്. അത് കംഫർട്ടബിൾ ആണോ? ഇത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാർ ഡെഫിനറ്റ്ലി ഒരു നെസസിറ്റിയാണ്. പക്ഷേ ഏത് കാർ, ഏത് പ്രൈസിൽ, ആ ഡിസിഷൻ വളരെയധികം മാറ്റർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു 6 ലക്ഷം രൂപയുടെ ഒരു യൂസ്ഡ് കാർ ഒരു 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു, ബാക്കി 4 ലക്ഷം രൂപ. അത് 5 വർഷത്തേക്ക് നമ്മൾ EMI എടുത്താലും 10,000 രൂപ അപ്രോക്സിമേറ്റ് EMI വരുന്നുള്ളൂ. ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15,000 ഒക്കെ ആയിരിക്കും പെർ ഇയർ വരാൻ പോകുന്നത്. അപ്പോൾ മന്ത്ലി ടോട്ടൽ 11,000-നും 12,000-നും നിൽക്കും. സെയിം റോഡ്, ഓൾമോസ്റ്റ് സെയിം ഡ്രൈവ്, 8,000 രൂപ പെർ മന്ത് ഡിഫറൻസ് വരും. ഒരു വർഷം എടുത്താൽ 96,000 രൂപ ഡിഫറൻസ് വരും. 5 വർഷം എടുത്താൽ 4.8 ലക്ഷം രൂപ ഡിഫറൻസ് വരും. നമുക്ക് ബാക്കി വരുന്ന പണം എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു SIPയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 5 വർഷത്തിനകം ഇതൊരു 6-7 ലക്ഷം രൂപയായിട്ട് മാറിയേക്കാം. അപ്പോൾ കാറിനെ നമ്മൾ ഇമോഷനായിട്ട് കാണുന്ന ആളുകളുണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ കൂടിയായിട്ട് കാണുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഈ നമ്പേഴ്സ് കൺസിഡർ ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഇനി നമുക്കൊരു സ്വീറ്റ് സ്പോട്ടിനെ പറ്റി സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും ഇത്രയും നേരം സംസാരിക്കുന്ന സമയത്ത് വരുന്ന ഒരു പ്രാക്ടിക്കൽ ആയിട്ടൊരു ചോദ്യം, ഒരു യൂസ്ഡ് കാർ പോയി അങ്ങ് വാങ്ങിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഏതൊരു യൂസ്ഡ് കാർ പോയി വാങ്ങിച്ചാൽ അത് ശരിയാകുമോ? ഇല്ല. ഇവിടെ ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. ആ സ്വീറ്റ് സ്പോട്ടിലേക്ക് എത്തി കൃത്യമായിട്ടുള്ളൊരു വണ്ടിയിലേക്ക് എത്താൻ ചിലപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് എഫേർട്ട് ഉണ്ടായിന്ന് വരാം. പിന്നെ ഒരു ലക്കും വലിയ ഫാക്ടർ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം കഷ്ടപ്പെടാനും ഇത്രത്തോളം സമയവും ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും, അതല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് ഇത്രത്തോളം വെയിറ്റ് ചെയ്യാനും ഒന്നും സാധിക്കാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ ആരും ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യാതെ നേരെ പുതിയ വണ്ടിയിലേക്ക് പോകുന്നത്. പക്ഷേ സ്റ്റിൽ ഈ സ്വീറ്റ് സ്പോട്ട് അല്ല എങ്കിൽ ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കുന്നത് ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. അപ്പോൾ എന്താണ് ഈ സ്വീറ്റ് സ്പോട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. 3 വർഷം പഴയതായിട്ടുള്ള ഒരു 30,000-നും 40,000 കിലോമീറ്ററിന് ഇടയിൽ മാത്രം ഓടിയ ഫസ്റ്റ് ഓണറുള്ള സർവീസ് ഹിസ്റ്ററിയൊക്കെ വളരെ ഇൻറ്റാക്റ്റ് ആയിട്ടുള്ള ഒരു കാർ കിട്ടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതാണ് സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആദ്യം ഉണ്ടാകുന്ന ആ സ്റ്റീപ്പ് ഡിപ്രിസിയേഷൻ ആ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ആദ്യത്തെ 3 വർഷത്തിൽ തന്നെ ഒരു 40-45% ഡിപ്രിസിയേഷൻ ഉണ്ടായിരിക്കും ഒരു പുതിയ കാറിന്. ആ സ്റ്റീപ്പ് ഡിപ്രിസിയേഷൻ ഇതിൻ്റെ ഫസ്റ്റ് ഓണർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ ആ ഡിപ്രിസിയേഷൻ ആദ്യത്തെ ആ ഫോൾ കഴിഞ്ഞ് പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രത്തോളം ഡിപ്രിസിയേഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. രണ്ടാമത്, വണ്ടി ഓടിയിരിക്കുന്നത് 30,000-40,000 കിലോമീറ്ററാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഏറ്റവും മോഡേൺ എഞ്ചിൻസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കിലോമീറ്റർ എന്ന് പറയുന്നത് അത്ര വലിയൊരു കിലോമീറ്റർ ഒന്നും അല്ല. സ്റ്റാറ്റിസ്റ്റിക്കലി മേജർ ആയിട്ടുള്ള മെക്കാനിക്കൽ ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്
പോയിന്റ് ഒരു 80,000 ആൻഡ് അപ്വേർഡ്സ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത് എന്താണ്? റോഡ് ടാക്സ് രജിസ്ട്രേഷൻ. ഇതെല്ലാം ആദ്യത്തെ ഓണർ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ട്രാൻസ്ഫർ ഫീ മാത്രം നമ്മൾ കൊടുത്താൽ മതിയാവും. നാലാമത് എന്താണ്? ഇൻഷുറൻസ് പ്രീമിയം. അത് ഓൾറെഡി സിഗ്നിഫിക്കൻ്റ്ലി നമുക്ക് ഡ്രോപ്പ് ആയിട്ട് കിട്ടിയിട്ടും ഉണ്ടാവും. ഇനി ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ചോദ്യം, ഒരു യൂസ്ഡ് കാർ ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുമോ എന്നായിരിക്കും. നമ്മൾ പറ്റിക്കപ്പെടുമോ എന്നൊരു ചോദ്യമായിരിക്കും. ഇത് വളരെ വാലിഡ് ആയിട്ടൊരു കൺസേൺ തന്നെയാണ്. ഒരു 5 വർഷം മുമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വളരെ വളരെ റിയൽ ആയിട്ടുള്ള റിസ്ക് ആയിരുന്നു നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. റാൻഡം ആയിട്ടുള്ള സെല്ലേഴ്സ്, പേപ്പർ വർക്ക് കൃത്യമായിട്ടില്ല, ഹിഡൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ലാൻഡ്സ്കേപ്പ് കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കുറച്ചും കൂടെ ബിഗ് പ്ലേയേഴ്സ് ഈ മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. മിക്കവാറുമുള്ള എല്ലാ ബിഗ് ബ്രാൻഡ്സിനും അവരുടേതായിട്ട് തന്നെയുള്ള പ്രീ ഓൺഡ് മാർക്കറ്റും ഉണ്ട്. മാരുതി ട്രൂ വാല്യൂ ഉണ്ട്, ഹ്യുണ്ടായുടെ തന്നെ എക്സ്പ്രോമിസ് ഉണ്ട്, മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് ഉണ്ട്. പല ബ്രാൻഡുകളുടെയും സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂസ്ഡ് കാർ ഷോറൂംസ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ഇതേപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കാർ തരുന്ന കമ്പനികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇവർ മൾട്ടി പോയിന്റ് ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്ത് ഈ കാറിന് അവരുടേതായിട്ടുള്ള വാറണ്ടിയും കൊടുത്ത് ഈവൻ റിട്ടേൺ പോളിസിയോടുകൂടി കാർ സെല്ല് ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. RC ട്രാൻസ്ഫർ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്യും, ക്ലിയർ ആയിട്ടുള്ള ടൈറ്റിൽ ഉണ്ടായിരിക്കും. ഇതെല്ലാം വെരിഫൈ ചെയ്ത് വാങ്ങാൻ നമുക്ക് ഇപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേപ്പർ വർക്ക്സ് ഒന്നും നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരേ ഒരു കോഷൻ, ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കിനെ എപ്പോഴും കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഏത് ബ്രാൻഡഡ് ഷോറൂമിൽ കയറി നമ്മൾ കാർ വാങ്ങിയാലും 1000 രൂപയോ 2000 രൂപയോ ചിലപ്പോൾ ഈ മെക്കാനിക്കൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ അത് കംപ്ലീറ്റ്ലി വെറുതെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഓണസ്റ്റ് ആയിട്ടൊരു ഫ്രെയിം വർക്ക് വെച്ച് നോക്കാം. ആരാണ് പുതിയ കാർ വാങ്ങിക്കേണ്ടത്, ആരാണ് പഴയ കാർ വാങ്ങിക്കേണ്ടത്? പുതിയ കാർ നമുക്ക് സ്യൂട്ട് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന കാർ മിനിമം ഒരു 8-10 വർഷം നമ്മൾ യൂസ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ലോങ് ടേം നമുക്ക് ഇത് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഡിപ്രിസിയേഷൻ, ആദ്യം വരുന്ന ഡിപ്രിസിയേഷൻ ലോസ് ഈ മറ്റുള്ള വർഷങ്ങളിലേക്കും കൂടി സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാകാൻ വഴിയില്ല. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് വളരെ കംഫർട്ടബിൾ ആണ് എങ്കിൽ നമ്മുടെ EMI പ്ലസ് ഇൻഷുറൻസ് പ്ലസ് മെയിൻ്റനൻസ് ഇതെല്ലാം നമ്മുടെ സാലറിയുടെ ഒരു 25-30% താഴെയാണ് നിൽക്കുന്നത് എങ്കിൽ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടി, ഏറ്റവും സേഫ്റ്റി ഫീച്ചേഴ്സോടുകൂടി, വാറണ്ടിയും കിട്ടി, പീസ് ഓഫ് മൈൻഡോടുകൂടി നമുക്ക് ഒരു പുതിയ കാർ വാങ്ങിക്കാവുന്നതാണ്. കാരണം എന്താണ്? ഏറ്റവും പുതിയ ടെക്നോളജിയോടുകൂടി, കൂടുതൽ സേഫ്റ്റിയോടുകൂടി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിപ്പയറുകളൊക്കെ വരുമോ എന്ന് പേടിച്ച് ആ ഒരു എനർജി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ന്യൂ കാർ തന്നെയാണ് സൂട്ട് ആകാൻ പോകുന്നത്. ഇനി യൂസ്ഡ് കാർ നമുക്ക് എപ്പോഴാണ് സൂട്ട് ആവുന്നത്? നമ്മുടെ ബഡ്ജറ്റ് കുറച്ചുകൂടെ ടൈറ്റ് ആണ്. അതായത് 4, 5, 6, 7 ലക്ഷം രൂപയൊക്കെയാണ് നമ്മുടെ മാക്സിമം റേഞ്ച്. നമുക്കൊരു റിലയബിൾ കാർ വേണം. ഒരു 2, 3, 4 വർഷം നമ്മൾ യൂസ് ചെയ്യും. അതിനുശേഷം അപ്ഗ്രേഡ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ EMI ബേർഡൻ ഇപ്പോൾ നമുക്ക് കുറയ്ക്കണം. നമ്മുടെ സാലറിയുടെ ചെറിയൊരു പോർഷനിലേക്ക് ഈ EMI കൊണ്ടുവരാനും ചെറിയൊരു പോർഷനെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട് എങ്കിൽ ഒരു ട്രസ്റ്റഡ് മെക്കാനിക്കിനെ കൊണ്ടുപോയി ഇതിനു വേണ്ടി കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് ഒരു നല്ല കാർ കണ്ടുപിടിക്കുന്നത് വരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് നല്ല ഓപ്ഷൻ. ഇനി ഇതൊന്നും അല്ലാതെ നമ്മുടെ പ്രസ്റ്റീജിന് വേണ്ടിയിട്ട് കാർ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സക്സസ്ഫുൾ ആണ് എന്ന് കാണിക്കാനായിരിക്കാം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനായിരിക്കാം, നെയ്ബേഴ്സിനെ കാണിക്കാനായിരിക്കാം, ഞാൻ അപ്ഗ്രേഡ് ആയി എന്ന് മറ്റുള്ളവരെ കാണിക്കാനായിരിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ഞാൻ അപ്ഗ്രേഡ് ആയി എന്ന് സ്വയം നമുക്ക് ഒരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. നമ്മളെല്ലാം മനുഷ്യരാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയല്ല നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടുമുണ്ട്. അതെല്ലാം ഓരോ ആളുകളുടെയും പേഴ്സണൽ ആയിട്ടുള്ള പ്രിഫറൻസുകളാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഫീലിംഗ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഉണ്ടാകും എന്ന് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ആദ്യത്തെ 2 ആഴ്ചയോ 3 ആഴ്ചയോ നിൽക്കുന്ന ഈ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ട് 5, 6, 7 വർഷം ഈ നമ്മുടെ നാട്ടിലെങ്ങും ഇല്ലാത്തൊരു EMI ഇൻട്രസ്റ്റും കൊടുത്ത് മുന്നോട്ട് പോകണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാവും നല്ലത്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. നമ്മളിനി എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത് എന്ന് ക്വിക്കായിട്ട് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1, കാറിൻ്റെ ടോട്ടൽ ഓണർഷിപ്പ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. പർച്ചേസ് പ്രൈസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യരുത്. 5 വർഷം കൊണ്ട് നമ്മൾ ടോട്ടൽ അടയ്ക്കാൻ പോകുന്ന EMI എത്രയാണ്, ഇൻഷുറൻസ് എത്രയാണ്, ഫ്യൂൽ ഏകദേശം എത്ര വരും, മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഇതെല്ലാം കൂട്ടി ആ ടോട്ടൽ നമ്മുടെ സാലറിയുടെ 30% താഴെയാണോ എന്ന് നോക്കുക. അതാണ് സേഫ് ആയിട്ടുള്ള സോൺ. 40% മുകളിൽ ഒരിക്കലും പോകാതിരിക്കാൻ ശ്രമിക്കുക. അത് ഡേഞ്ചർ സോണാണ്. ഇനി സ്റ്റെപ്പ് 2, നമ്മൾ യൂസ്ഡ് കാറാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ 3 വർഷം ഒരു 35,000 കിലോമീറ്ററിന് താഴെ അല്ലെങ്കിൽ 40,000 കിലോമീറ്ററിന് താഴെ ഫസ്റ്റ് ഓണർ ആയിരിക്കണം, ഇൻടാക്റ്റ് ആയിട്ടുള്ള സർവീസ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. ഈ ക്രൈറ്റീരിയയിൽ മാത്രം സെർച്ച് ചെയ്തിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു ഷോറൂമിൽ പ്രിഫർ ചെയ്ത് ഒരു മെക്കാനിക്കിനെ കൂടെ കൊണ്ടുപോയി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇനി സ്റ്റെപ്പ് 3 എന്താണ്? ഏത് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തത് എങ്കിലും EMI നമ്മുടെ കംഫർട്ട് ആയിട്ടുള്ള സോണിൽ തന്നെ നിർത്താൻ ശ്രമിക്കുക. ഒരു ചെറിയ സ്ട്രെച്ചും കൂടെ ചെയ്താൽ കുറച്ചും കൂടെ നല്ല വണ്ടി കിട്ടും എന്നുള്ള ആ ഒരു ഫേക്ക് നെറേറ്റീവിൽ ചെന്ന് വീഴാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫ് ബെറ്റർ ആകും, നമ്മുടെ ബെറ്റർ ആയിട്ടുള്ള ജോലിയിലേക്ക് ചെല്ലും, കൂടുതൽ പണം വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മളെ കൺവിൻസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നേക്കാം, ജോലി നഷ്ടപ്പെട്ടേക്കാം, പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സേഫ് സോൺ എന്താണെന്ന് മനസ്സിലാക്കി ആ സേഫ് സോണിൽ തന്നെ മുന്നോട്ട് പോകാം. ഒരു അണ്ടർ 10 lakhs അല്ലെങ്കിൽ ഒരു അണ്ടർ 7 lakhs കാറൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ
എല്ലാ മാസവും ഒരു 5,000 to 8,000 സേവ് ചെയ്ത് അത് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ശ്രമിക്കുക. അതെന്തിനാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 വർഷത്തെ കാറിൻ്റെ ഡിപ്രിസിയേഷൻ്റെ ലോസിനെ നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പാർഷ്യലി ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ ഫിനാൻസിനെ ചെറുതായിട്ടെങ്കിലും ഈ കാർ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് സാധിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അടുത്തായിട്ടൊരു കാർ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പുതിയ കാറാണോ വാങ്ങിക്കുന്നത്, യൂസ്ഡ് കാറാണോ വാങ്ങിക്കുന്നത്, എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള നിങ്ങളുടേതായിട്ടുള്ള കാരണം? ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ സംസാരിക്കാം. അപ്പോൾ